ഹലോ കൂട്ടുകാരെ, ഞാൻ യാത്രയ്ക്കും പിന്നെ നമ്മുടെ ചാനലിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഒരു കുഞ്ഞൻ കാറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കാറും കൂടിയാണ് ഈ ഒരു കാറ്. പുറത്തൊരു പട്ടിക്കുട്ടൻ സീനാക്കുന്നുണ്ട്. അപ്പോൾ കാറ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ കുഞ്ഞൻ കാറ്. കുഞ്ഞൻ കാറെന്നൊന്നും പറഞ്ഞ് ആക്ഷേപിക്കാൻ പറ്റില്ല. അത്യാവശ്യം വലിയ കാർ തന്നെയാണ്. ഒരു കുട്ടി ഇന്നോവ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വണ്ടി ഏതാണെന്ന് മനസ്സിലായല്ലോ. 2010 മോഡൽ സെൻ എസ്റ്റിലോ. അതും ആദ്യത്തെ ജനറേഷൻ അല്ല, 3 സിലിണ്ടറാണ്. 4 സിലിണ്ടർ ഇതിന് മുമ്പത്തെ ഉണ്ട്. അത് കുറച്ചും കൂടി താഴ്ന്നിട്ടാണ്. ഞാനിവിടെ ഫ്രണ്ട് പോലെ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. 4 സിലിണ്ടർ എടുക്കാമെന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ അതിന് മൈലേജും കുറവാണ്. പിന്നെ എനിക്ക് എന്തുകൊണ്ടും ഈ ഒരു വണ്ടിയാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത്. പിന്നെ അതുമല്ല, ഇത് നമ്മുടെ വാഗണറിൻ്റെ സെയിം എഞ്ചിനാണ്. വാഗണറിൻ്റെ സെയിം എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 3 സിലിണ്ടർ കെ സീരീസ് എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. മറ്റത് കെ സീരീസ് അല്ല, വേറൊരു എഞ്ചിനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണ കുടിക്കുന്ന ഒരു എഞ്ചിനാണ്. അപ്പോൾ അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ 2 പട്ടിക്കുട്ടന്മാരല്ല, ഒരു വയസ്സായിട്ടുള്ള പട്ടിയമ്മയില്ല, ഒരു നായെന്നല്ലേന്ന് പറയാം. പിന്നെ വേറൊരുത്തനും ഉണ്ടായിരുന്നു, അത് അങ്ങോട്ട് പോയി. അവരുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ഭയം. പക്ഷെ ഇവർ അത്ര അപകടകാരികളെല്ലാം തോന്നുന്നുണ്ട്. അടുത്തേക്കൊക്കെ വരുന്നുണ്ട്. ടയർമ മൂത്രമൊഴിച്ചാൽ ഞാൻ കൊല്ലും. വയ്ക്കരുത് പ്ലീസ്. പോയി ആള് പോയി. അപ്പോൾ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. അപ്പോൾ ഗൈസ്, യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളൊരു വണ്ടിയാണ്. ഒരുപാട് നാൾക്ക് ശേഷം ആഗ്രഹിച്ച് നോറ്റെടുത്ത വണ്ടിയാണ്. ഇതിന് പിന്നിൽ ഒരുപാട് കഥയുണ്ട്. ഈ വണ്ടി എടുക്കാൻ പോയതും പറ്റിക്കപ്പെട്ടതും അങ്ങനെ ഒരുപാട് കഥകൾ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന കോലത്തിലൊന്നും അല്ലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. വണ്ടിയുടെ ടയർ 2 ടയർ മാത്രമാണ് പുതിയ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളൊക്കെ നല്ല രീതിയിൽ പോയ ടയറായിരുന്നു. പുറകിലായിരുന്നു നല്ല ടയർ ഉണ്ടായിരുന്നത്. അതെടുത്തിട്ട് ഫ്രണ്ടിലേക്കില്ല, പുതിയ 2 ടയർ വാങ്ങിയപ്പോൾ അതെടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടു. എന്നിട്ട് ഫ്രണ്ടിൽ കടന്നിരുന്ന വേറെ 2 ടയർ ഉണ്ടായിരുന്നു, അത് ബാക്കിലോട്ടും ഇട്ടു. ഇയാൾ പോണ ലക്ഷണമൊന്നുമില്ല കേട്ടോ, ഇവിടെ തന്നെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കുട്ടികൾ ഇവിടെ ഈ പരിസരത്ത് ഇവിടെ ഉണ്ട്. അതാണോ സംശയമുണ്ട്. കാരണം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. എന്നിട്ട് കുറേ നേരമായിട്ട് ഈ കയറത്തോട്ടത്തേക്ക് പോകണമുണ്ട്. എന്താ സംഭവം വേണ്ടിയിട്ടുള്ള എന്തിലോട്ടെ. അപ്പോൾ നമ്മുടെ ടയറിൻ്റെ കാര്യം അങ്ങനെയായിരുന്നു. 2 പുതിയ ടയർ വാങ്ങേണ്ടി വന്നു. പുറകിലത്തെ 2 ടയർ ഭയങ്കര മോശമായിരുന്നു. ഫ്രണ്ടിലത്തെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഫ്രണ്ടിൽ കിടന്നിരുന്ന ടയർ എന്ന് പറയുന്നത് ഈ ടയറായിരുന്നു. അത്യാവശ്യം നല്ല 100% കട്ടുണ്ട്. അപ്പോൾ 2 പുതിയ ടയർ വാങ്ങിയപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിലോട്ടിട്ട്, എന്നിട്ട് അത് ഫ്രണ്ടിലുണ്ടായിരുന്ന ടയർ ബാക്കിലോട്ട് വിട്ടു. പിന്നെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിന്നീടാണ് മാറ്റിയത് കേട്ടോ. ആദ്യം വാങ്ങിയപ്പോൾ അതൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ 2 ലൈറ്റുകൾക്ക് നല്ല രീതിയിൽ മഞ്ഞ കളറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചെറുതായിട്ട് ഇതിന് മഞ്ഞ കളറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുത്തു. പിന്നെ കുറേ ദിവസം കഴിയുമ്പോഴാണ് ഓരോരോ പ്രശ്നങ്ങൾ വണ്ടിക്ക് വന്നു തുടങ്ങിയത്. അതെന്തൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് പറയാം. ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, വീട്ടിലേക്ക് വണ്ടി കൊണ്ടുവന്നു. അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല, നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്നു. ഞാൻ വണ്ടി ഓടിച്ച് പഠിച്ചത് തന്നെ ഈ ഒരു വണ്ടിയിലാണ്. അപ്പോൾ ഞാൻ ഓടിക്കുന്നു. പിന്നെ ഈ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിക്കുമ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ കുഴപ്പമായിരിക്കും, ഞാൻ വണ്ടി ഓടിക്കണമായിരിക്കും എന്ന് വെച്ചിട്ട് മുന്നത്തെ ഓണറേയും അതുപോലെ തന്നെ നമ്മൾ അറിയുന്ന കൂട്ടുകാരൊക്കെ വിളിച്ച് ചോദിച്ചു, ഇതെന്തൊക്കെയാണ് ഇങ്ങനെ ഓണത്ത് ഇങ്ങനെ പ്രശ്നം എന്താ, ഓഫായി പോകണം എന്താന്നൊക്കെ ചോദിച്ചു. പിന്നെ ഒരു ദിവസം വണ്ടി ഞാൻ ഓടിച്ച് പഠിക്കില്ലേ, നമ്മൾ ഓടിച്ച് പഠിക്കുമ്പോൾ തന്നെ ഇയാൾ പോണില്ലല്ലോ. ഞാൻ ഇവനെയും എൻ്റെ ഒരു കൂട്ടുകാരൻ അപ്പുറത്തുണ്ട്. 2 പേരും പേടിച്ചിട്ടാണ് ഇപ്പോൾ കാറിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് വീഡിയോയാണ്. ഹരേ ഗായ്, എന്താണ് ചങ്ങായി പേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും എന്താ പറയുക, പേവിഷബാധ വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട്. പോരാത്തതിന് അവിടുന്ന് ആ ഒരു റബ്ബർ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് ഒരു കുറുക്കനും പോയി. അപ്പോൾ ഇത് കുറുക്കനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും, കടിച്ചാൽ. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അയാൾ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം വന്നു. അങ്ങനെ ഞാനിത് ഒരു വർക്ക്ഷോപ്പിൽ വിളിച്ച് എന്ത് വണ്ടി ഓണാവണില്ല. വണ്ടി ഓണായാലല്ലേ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അങ്കമാലിക്കൊക്കെ അങ്കമാലി അടുത്തല്ല, ഒരു എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ള ഒരു ഉൾഗ്രാമത്തിലുള്ള ഒരു വർക്ക്ഷോപ്പ് എന്നുള്ള ആളുകൾ വന്നു. അവർ കൊണ്ടുപോയി. അഫ്കോഴ്സ് അവർ കൊണ്ടുപോകണതിനൊക്കെ പൈസ ഉണ്ടായിരിക്കും, അതൊക്കെ വേറെ കഥ, അത് ഞാൻ പറയാം. അങ്ങനെ ഒരു വന്ന് സെക്കൻഡ് ഗിയറിലിട്ടിട്ട് വണ്ടി ഇറക്കത്തുനിന്ന് ആ സംഭവമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. സെക്കൻഡ് ഗിയറിലൊക്കെ ഇട്ടിട്ട് വണ്ടി താഴോട്ട് തള്ളി അങ്ങനെ ഓണാക്കണ സംഭവമൊന്നും നമുക്കറിയില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി ഇട്ടാൽ മതി. കാരണം പുതിയൊരു വണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി ആകെ ബ്രേക്ക് ഡൗൺ ആവാന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, എത്രത്തോളം വിഷമം ഉണ്ടാവും നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതൊരു നടക്കി പോവില്ല. ആശാൻ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുക കേട്ടോ. എന്താ പരിപാടി മനസ്സിലാവണില്ല. അപ്പം ഞാൻ വണ്ടിയുടെ ഉള്ളിൽ കയറിന്നിട്ട് പറയാം, അത് നല്ലത്. അങ്ങനെ ആ ഒരു എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിലേക്ക് വണ്ടി അവർ കൊണ്ടുപോവാണ്. ഞങ്ങളും വണ്ടിയിൽ തന്നെ പോയി. ഞാനും എൻ്റെ അനിയനും ഉണ്ടായിരുന്നു. അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ തന്നെ അവിടേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ അയാൾ പറഞ്ഞു, അതായത് സ്റ്റാർട്ടർ മോട്ടർ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് മാറ്റേണ്ടി വരും. ഒന്നില്ലെങ്കിൽ പഴയത് ഏതെങ്കിലും ഒപ്പിക്കേണ്ടി വരും, അല്ലെന്നുണ്ടെങ്കിൽ പുതിയത് വാങ്ങേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കൊണ്ടുപോകുന്നതിനൊക്കെ പൈസ ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം.
അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ ചെന്നിട്ട് ഇത് അഴിക്കുകയാണ്. അഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില വണ്ടികളുടെയൊക്കെ വളരെ പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ അതേ നാനോ പിന്നെ വേറെ ഏതൊക്കെ വണ്ടികളുണ്ട്, അതിൻ്റെയൊക്കെ ഈ എഞ്ചിൻ്റെ ഒക്കെ എത്ര താഴെയായിട്ടാണ് ഈ ഒരു സാധനം ഇരിക്കുന്നത്. സ്റ്റാർട്ടർ മോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്, സ്റ്റാർട്ടർ മോട്ടർ അങ്ങനെയൊന്ന് പറയുന്നത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യിക്കാം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തായാലും എനിക്ക് ആകതായി. ഒരുപാട് സമയം എടുക്കും, പെട്ടെന്നൊന്നും ശരിയാവില്ല എന്ന് മനസ്സിലായി. അങ്ങനെ എന്തായാലും കുഴപ്പമില്ല, നമുക്കിത് എത്ര സമയമായാലും കുഴപ്പമില്ല, വണ്ടി റെഡി ആയിട്ടേ പോകണം എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ നിന്ന് അവിടുത്തെ വർക്ക് ചെയ്യണ പുള്ളിക്കാരനുണ്ട്, ഒരു പയ്യൻ, നമ്മുടെ ഒരു ഏജുള്ള ഒരു പയ്യനാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടൊക്കെയാണ്. പുള്ളി നല്ല അടിപൊളിയായിട്ട് വർക്കൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഓരോന്ന് അഴിച്ചിട്ട് ഉച്ചയായി. ഇത് ഏകദേശം എല്ലാ കാര്യങ്ങളും അഴിച്ച് ഈ സാധനം പുറത്തെടുത്തപ്പോൾ ഈ സാധനം എടുത്ത് അവർ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊണ്ടുവരാനായിട്ട് ആളെ വിട്ടല്ല അവർ വരുത്തിക്ക് എന്തോ ചെയ്ത്. അങ്ങനെ വൈകിട്ടായപ്പോഴാണ്, ഏകദേശം ഒരു 4 മണി 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ സാധനം വരുന്നത്. ഞാൻ പറഞ്ഞ് പഴയത് വേണ്ട, പുതിയ തന്നെ മതി. കാരണം ഇനി അതും സമയം കളയാൻ അല്ലെങ്കിൽ അത് വേസ്റ്റ് ആക്കാനും സമയമില്ല, ഇനി അതിൻ്റെ പിന്നാലെ അടക്കാൻ വയ്യ, അതുകൊണ്ട് പുതിയത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പുതിയത് കൊണ്ടുവന്നത് വേറെ ഏതൊരു TVSൻ്റെ ആണോ അതോ ബോഷിൻ്റെ ആണോ എന്നറിയില്ല, സ്റ്റാർട്ടർ മോട്ടർ മേടിച്ചു. അങ്ങനെ കൊണ്ടുവന്നിട്ട് അപ്പോൾ തന്നെ ഇത് കൊണ്ടുവന്ന ആ ഒരു വയ്ക്കുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ MRP കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. MRP ഏകദേശം 5000 ഉണ്ട്, 5000 സംതിങ് ഉള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ പോട്ടെ, അതൊന്നും ഞാൻ അപ്പോൾ കാര്യമാക്കിയില്ല. എനിക്കറിയാം ഇത് ഞാൻ എന്തായാലും പറ്റിക്കപ്പെടുകയാണെന്ന് എനിക്ക് ഏകദേശം ഒരു പിടി കിട്ടി. അതായത് ഞാൻ MRP നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഓണർ കണ്ടിട്ടുണ്ടാണെന്നോ അതോ കണ്ടതാണെന്നോ അറിയില്ല. പുള്ളിക്കാരൻ എല്ലാം കഴിഞ്ഞിട്ട് ബില്ലടിക്കുമ്പോൾ, അതായത് കുറേ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴേക്കും പരിപാടി കഴിഞ്ഞ് വണ്ടി ഓക്കെ ആയി, വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പ്രശ്നമില്ല, വണ്ടി ഓഫ് ആവണമെന്നില്ല, ഓഫാവില്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്യണതിന് ഒട്ടും പ്രശ്നമില്ല. അങ്ങനെ സ്റ്റാർട്ടർ മോട്ടർക്ക് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്, പുതിയ മോട്ടറാണല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ബില്ല് വേണമെന്ന് ഞാൻ പറഞ്ഞു. ബില്ല് കാണിച്ചു തരാം കേട്ടോ. ഞാൻ നേരത്തെ MRP എന്ന് പറഞ്ഞത് 5000ൻ്റെ കുറവായിരുന്നു, 4500 എങ്ങാണ്ടായിരുന്നു MRP കിടന്നിരുന്നു കേട്ടോ. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വില കൂട്ടിയിട്ടെന്ന് എനിക്കറിയില്ല. ഇന്നെ പറ്റിക്കാനാണോ ഞാൻ അതോ വേറെ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടോയെന്ന് അറിയില്ല. ഇതുകൊണ്ടോ ഷോർട്ടർ അസീസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടർ എന്നാണ് എഴുതിയേക്കണേ, അത് വായിക്കുമ്പോൾ അങ്ങനെ ആയി പോയതാണ് കേട്ടോ. സ്റ്റാർട്ടർ അസീ എന്ന് പറഞ്ഞിട്ട് 5425. പിന്നെ ഇത് കൊണ്ടുപോകണേന് ട്രാൻസ്പോർട്ടിനും കൺസ്യൂമബിൾസിനും 250, ലേബർ 1000, റോഡ് അസിസ്റ്റൻസ് 500. ഓക്കെ, ഈ MRP കാര്യം മാത്രം എനിക്ക് മനസ്സിലാവാത്തത്. ഇതിനകത്ത് ആ ഒരു ബോക്സിനകത്ത് MRPനകത്ത് 5000 പോലും ഇല്ല, 4500 അത് അത്ര സംതിങ് ഉള്ളൂ. എന്നിട്ട് ഇതിൽ 5425. ഞാൻ പിന്നെ പുറത്ത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഞാൻ നല്ല രീതിയിൽ പറ്റിക്കപ്പെട്ടു എന്ന്. അങ്ങനെ വണ്ടിയുടെ ആ കാര്യങ്ങളൊക്കെ ശരിയാക്കി എന്നിട്ട് വീട്ടിലേക്ക് എത്തി. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെയാണെങ്കിലോ. അങ്ങനെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പ് ഒരു ചേട്ടനുണ്ട്. അവിടെ ഈ ഒരു ഭാഗം ആൾക്കാരുടെ വണ്ടിയും അതുപോലെ തന്നെ ഓഫ് റോഡ് വണ്ടികളൊക്കെ ചെയ്യുന്നത് അവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഇനിയും പറ്റിക്കപ്പെടാണ്ടിരിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് യാത്ര പോകുന്നതിന് മുമ്പായിട്ട് വണ്ടി ഒന്ന് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യണം, എനിക്ക് ദൂരയാത്ര കേരളം മൊത്തം ട്രാവൽ ചെയ്യാനുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് സമീപിച്ചു. അങ്ങനെ ആ ചേട്ടൻ എല്ലാം നോക്കി. അപ്പോഴാണ് അറിയണത് വണ്ടിയുടെ എൻജിൻ ഓയിലൊക്കെ ആകെ പോയിക്കണ്. എന്നോട് ഓണറൊക്കെ പറഞ്ഞിരുന്നത് എൻജിൻ ഓയിൽ ഇനിയും ഒരുപാട് ദൂരം ഓടൂടാ, അങ്ങനെയാടാ ഇങ്ങനെയാടാ എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ എൻജിൻ ഓയിൽ മാറ്റാൻ പറഞ്ഞ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ട് ആ ചേട്ടൻ പിന്നെ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്, അതായത് നമ്മുടെ വർക്ക്ഷോപ്പത്തെ ചേട്ടൻ പറഞ്ഞു, എടാ ഫ്രണ്ടത്തെ ഒരു ഷോക്ക് പോയിട്ടുണ്ട്, അത് പൊട്ടിയിട്ട് ഓയിൽ ലീക്ക് ആവുന്നുണ്ട്, അങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ ആകതായി, ചേട്ടാ അത് എത്ര ആവും മാറാമെന്ന് ചോദിച്ചു. അപ്പോൾ മാറുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് മാറണമായിരിക്കും നല്ലത്, നല്ല പഴക്കമുണ്ട് ആ ഒരു ഷോക്കിനും കാര്യങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എത്രയാവുമെന്ന് ചോദിച്ചു. ഏകദേശം ഒരു 8-9 രൂപയൊക്കെ എടുത്താവുമെന്ന് പറഞ്ഞു. പഴയതാണെങ്കിൽ നമുക്കൊരു അതിനും കുറവിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതും എൻ്റെ രീതിയിൽ പഴയത് വേണ്ട, പുതിയത് പോയിന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വലിയ ഇതിലൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളി അത് ചെയ്തു. പിന്നെ വണ്ടിയുടെ ഒരുപാട് പാർട്സ് മാറി. ഒരുപാടെന്ന് പറഞ്ഞാൽ അതിനിടെ വേറൊരു സംഭവം ഉണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കാൻ പോയിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് ഒരു 120 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് 250 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടാനുണ്ട്. അപ്പോൾ ഞാൻ ആ വണ്ടിയിട്ട് ഓടിക്കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ രാത്രി ആയതുകൊണ്ട് AC ഒന്നും അങ്ങനെ ഇട്ടില്ല. AC ഇടുമ്പോൾ മാത്രം ഒരു സൗണ്ട് വരുന്നു, പിന്നെ കിലി ഒരു ബെൽറ്റിൻ്റെ ഒക്കെ സൗണ്ട് പോലെ. അങ്ങനെ ഞാൻ ആ ചേട്ടനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ചിലപ്പോൾ ACയുടെ കംപ്രസറിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, നീ AC ഇടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ACയുടെ കംപ്രസർ പോയിട്ടുണ്ട്. അത് ലോങ് ഓടിയപ്പോഴാണ് വണ്ടിയുടെ കുഴപ്പങ്ങൾ മനസ്സിലായത്. അതേപോലെ ആ ഒരു ലോങ് പോയത് തന്നെ ആ ഷോക്കിൻ്റെ പഴയ ഷോക്കും വെച്ചിട്ടാണ് അത്രയും ലോങ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അറിയില്ലായിരുന്നു, വണ്ടി അങ്ങോട്ട് ഇരിക്കുകയായിരുന്നു, അല്ല ഇരുന്ന് പോയി വണ്ടി, ഷോക്കൊക്കെ ആകെ പോയിട്ടേ. അങ്ങനെ ഈ ഷോക്ക് മാറിയതിന് ശേഷം വണ്ടിക്ക് ഇപ്പോൾ നല്ല പൊക്കം വെച്ച പോലെ, അതായത് അത്രയും താഴ്ന്നിരിക്കുകയായിരുന്നു വണ്ടി ആദ്യം. അങ്ങനെ അത് ശരിയാക്കി.
പിന്നെ ഈ ഒരു ചടങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ എനിക്ക് അന്നത്തെ ദിവസം തന്നെ പെട്രോൾ അടിച്ച് പോകുക അങ്ങനെ പരിപാടിയൊന്നുമില്ല. എല്ലാ ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണതിന് മുമ്പ് തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടൊക്കെ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം ആ ചടങ്ങ് നടത്താൻ പോണതിൻ്റെ തലേ ദിവസം തന്നെ ഫുൾ ടാങ്ക് അടിച്ചിടാനായിട്ട് പെട്രോൾ പമ്പിക്കുന്നു. അങ്ങനെ ഫുൾ ടാങ്ക് അടിക്കുകയാണ്. ഫുൾ ടാങ്ക് അല്ല, ഒരു 2500 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ അടിഭാഗത്തു നിന്ന് പെട്രോൾ ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം വന്ന പോലെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ തന്നെ ആ ഒരു പെട്രോൾ പമ്പിലുണ്ടായിരുന്ന സ്റ്റാഫ് എന്നോട് പറഞ്ഞ് മോനെ വണ്ടി എടുത്ത് ലീക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ ചങ്ങായി എന്ന് പറഞ്ഞ് ഇല്ലില്ല അത് AC നിന്ന് തന്നെ വെള്ളമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താഴെ ഇറങ്ങി നോക്കിയപ്പോൾ നല്ല പെട്രോളിൻ്റെ മണമുണ്ട്. പെട്രോൾ ഇങ്ങനെ കിനിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെങ്ങാനും വണ്ടി ഓടിച്ച് പോയിരുന്നെങ്കിൽ എന്തായാലും ഒരു തീരുമാനമായേനെ, കത്തിപ്പോയേനെ വണ്ടി. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. സംഭവം മറ്റതാണ്. ഏത് നമ്മുടെ ആ ഒരു വണ്ട് ഉണ്ടല്ലോ, ഒരു പൈപ്പുമൊക്കെ കുത്തണ ഒരു വണ്ട്, ഒരു പ്രാണി ഉണ്ടല്ലോ, ആ പ്രാണി തന്ന പണിയാണ്. അതായത് ഫുൾ ടാങ്ക് അടിച്ചപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. അതായത് ഫുൾ ടാങ്ക് അടിച്ചിട്ടില്ലെങ്കിൽ അത് മനസ്സിലാവില്ല സത്യം പറഞ്ഞാൽ. അതായത് ഈ നമ്മുടെ പെട്രോൾ ഫ്യൂവൽ പമ്പ് ഉണ്ടല്ലോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ, അതായത് പെട്രോൾ അടിക്കുന്ന നമ്മൾ പെട്രോൾ പമ്പ് പോയിട്ട് അവർ ആ സാധനം അങ്ങനെ കുത്തിയിട്ടുള്ള താഴത്തേക്ക് ആ ടാങ്കിലേക്കുള്ളൊരു പൈപ്പുണ്ട്. ആ പൈപ്പ് റബ്ബറാണ്. അത് കാലപ്പഴക്കം കൊണ്ടാണോ ഇനി ഈ പ്രാണി കുത്തിയത് തന്നെയാണ് സംഭവം. അത് അങ്ങനെ ഈ സാധനം വന്ന് കുത്തും പെട്രോളിൻ്റെ, അതായത് എഥനോളിൻ്റെ അംശമൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഈ സാധനം വന്ന് കുത്തിയിട്ട് അതിൽ നിന്ന് പെട്രോൾ ഇങ്ങനെ പുറത്തേക്ക് വരും. അത് ഫുൾ ടാങ്ക് അടിക്കുമ്പോഴാണ് ഈ ഒരു പൈപ്പിലടക്കം പെട്രോൾ ഇങ്ങനെ വന്ന് നിൽക്കുക. ടാങ്ക് ഫില്ലായതിനു ശേഷം ഈ പൈപ്പിലും ഫില്ലായി ഇങ്ങനെ വന്ന് നിൽക്കും. അങ്ങനെ ഈ പൈപ്പിൽ ഫില്ലായി നിന്നാണ് ഈ ഓട്ടയിൽ കൂടെ പുറത്തോട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടിരുന്നത്. അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നിൽക്കുകയും ചെയ്തു. അതായത് ടാങ്കിലേക്ക് കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിൽക്കുകയും ചെയ്യും. മാത്രമല്ല അതിൻ്റെ അടിയിൽ ഞാനിപ്പോൾ ഇരിക്കുന്നതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ മറ്റേ പെട്രോളിൻ്റെ ഇത് പോകുന്നുണ്ടല്ലോ ഫ്രണ്ടിലോട്ട്, എഞ്ചിൻ്റെ ഭാഗത്തോട്ട്, അതിലൊക്കെ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചേട്ടനോട് ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ വണ്ടി പരിശോധിച്ചു. അപ്പോൾ ഈ പൈപ്പിനൊക്കെ പഴക്കമുണ്ട്, അതുപോലെ തന്നെ ഈ പ്രാണി കുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ പ്രാണി കുറേ ദിവസമൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ സാധനം വന്ന് കുത്താനുള്ള ചാൻസ് ഉണ്ട്. ഈ പെട്രോളിൻ്റെ സ്മെല്ല് ഇപ്പോൾ പ്രത്യേകിച്ച് അതിനോടെ അംശം കൂടുതലൊക്കെയാണെന്നല്ലേ പറയണേ. അങ്ങനെ ആ പൈപ്പ്, അതായത് എല്ലാ പൈപ്പുകളും മാറി. ഒരു പ്രാവശ്യം മാറി, രണ്ടാമത് ഈ പണി കിട്ടി. ഇതേ പണി കിട്ടി പുറകിലത്തെ ഈ ഒരു ഫ്യൂൽ പമ്പിൻ്റെ. ഇപ്പം ഞാൻ നോക്കിയിട്ടില്ല, ഇപ്പോൾ ഫുൾ ടാങ്ക് അടിക്കാറില്ല സത്യം പറഞ്ഞാൽ. ഒരു 500 അല്ലെങ്കിൽ 1500 അടിക്കാറുള്ളൂ. ഇപ്പോൾ എന്തായാലും കുഴപ്പമൊന്നും ഇതുവരെ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അങ്ങനെ അത് ശരിയാക്കി ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ചെറിയ 50% ഫിലിം ഒട്ടിച്ചു. പുറകിലും 4 വിൻഡോയിലും ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ചു. ഫ്രണ്ടിലൊന്നും ചെയ്തില്ല. പിന്നെ വണ്ടിക്ക് ചെറിയൊരു പേര് ഇട്ടു. പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നേരത്തെ തന്നെ. അങ്ങനെയൊക്കെയാണ് കഥ ഉണ്ടായത്. എൻ്റെ ആദ്യത്തെ ഒരു എന്താ പറയുക, എനിക്കിപ്പം മനസ്സിൽ പെട്ടെന്ന് വന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഒരു 5 മാസം മുമ്പൊക്കെ നടന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ പോകുമ്പോണ്ടല്ലോ, ഒരു വർക്ക്ഷോപ്പിലത്തെ, നമുക്ക് വിശ്വാസമുള്ള ഒരു വർക്ക്ഷോപ്പിലത്തെ ആളെ ഒക്കെ കൊണ്ട് പോവുക. നമ്മളൊരിക്കലും നമ്മളെ ഫ്രണ്ട്സിനെ കൊണ്ടോ അല്ലെങ്കിൽ അവന് വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാം എന്ന് വിചാരിച്ചിട്ട് ആരും നമ്പിയിട്ട് പോകരുത്. ഞാൻ ബൈക്ക് എടുക്കുമ്പോൾ നല്ലോണം റിസർച്ച് ചെയ്തിരുന്നു, നല്ലോണം നോക്കി ഇതാക്കിയിട്ടൊക്കെ എടുത്തത് എൻ്റെ എക്സ്പൾസ് ബൈക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം പറ്റിക്കപ്പെടലിനൊക്കെ ഒഴിവാകേണ്ടി വന്നിട്ടുണ്ട്. അധികം പണിയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ കാറിൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ നല്ല രീതിയിൽ നമ്പി. പക്ഷേ നമ്മൾ എന്താ പറയുക, നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മൾ നല്ലോണം റിസർച്ച് ചെയ്യുക. ഒട്ടും റിസ്ക് ഇല്ലാത്ത രീതിയിൽ. പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് പൈസ ഇങ്ങനെ ഒരുക്കൂട്ടി വെച്ചിട്ട്, മിഡിൽ ക്ലാസ് പയ്യന്മാരോടെ ഞാൻ പറഞ്ഞു കേട്ടോ, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പൈസ ഇങ്ങനെ ഒരുക്കൂട്ടി വെച്ച് എടുക്കണ വണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം റിസർച്ച് ചെയ്ത് നല്ലോണം അന്വേഷിച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഒരുപാട് പൈസ പോകും. എനിക്ക് ആ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഏകദേശം 130, 120 അടുത്ത് വണ്ടിക്കായിട്ട് ചിലവായി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു 40-45 അടുത്ത് ഈ വണ്ടിക്കിട്ട് പണിതിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അത് ഒറ്റയടിക്ക് പണിയല്ല, ഓരോരോ പണി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നോക്കി കണ്ടെടുക്കുക. ഇനിയിപ്പോൾ വണ്ടിയുടെ ഇപ്പോൾ ഒരുവിധം എല്ലാ വർക്കും ഞാൻ ചെയ്ത് തീർത്ത്. പക്ഷെ എന്നാലും തീരാത്ത പോലെ, ഒരുപാട് പഴക്കമുള്ള വണ്ടിയാകുമ്പോൾ തന്നെ തുരുമ്പും കാര്യങ്ങളും അങ്ങനെ അല്ലറ ചില്ലറ എല്ലാ പരിപാടികളും നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ വണ്ടിയുടെ AC കംപ്രസർ മാറണം. ഇനി AC കംപ്രസർ പോയി കിടക്കും. AC ഒന്നും ഇടാൻ പറ്റില്ല വണ്ടിയിൽ. അപ്പോൾ ഈ AC കംപ്രസർ ഇനി മാറണം. AC കംപ്രസർ മാറണമെങ്കിൽ ഏകദേശം ഒരു 10-17 രൂപ പ്രതീക്ഷിച്ചോ. പുതിയതിന് തന്നെ ഏകദേശം ഞാൻ നോക്കിയപ്പോൾ മറ്റേ ബോഡോമ ആപ്പിലൊക്കെ നോക്കിയപ്പോൾ 14,500 അടുത്ത് കാണിക്കുന്നുണ്ട് പുതിയതിന്. അപ്പോൾ ഇതിനെന്തായാലും പണിയടക്കം ഏകദേശം ഒരു 17-18 ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ അത്ര ആവില്ലായിരിക്കാം, ചിലപ്പോൾ അതിലും കൂടിയേക്കാം. അപ്പോൾ ഇനി അത് കൂടി സെറ്റാക്കണം. പിന്നെ അറിയാലോ, ആദ്യത്തെ നമ്മുടെ ഒരു വണ്ടി എടുക്കുമ്പോൾ അതിനോടുള്ളൊരു വികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്തവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവും, പണി കിട്ടിയവർക്കും നല്ല രീതിയിൽ മനസ്സിലാവും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ചിലരെങ്കിലും പുതിയൊരു വണ്ടി എടുക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു പഴയ വണ്ടി എടുത്തിട്ട് നല്ല രീതിയിൽ കൊണ്ടുനടക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് ചാടി കയറി നിങ്ങൾ ഒരു തീരുമാനം എടുക്കരുത്. എൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചാടി കയറി എല്ലാം ചെയ്തു. പെട്ടെന്ന് തന്നെ വണ്ടി വേണം, പെട്ടെന്ന് തന്നെ യാത്ര പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്ത് ഏകദേശം 2.5 ലക്ഷം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് എങ്ങടാ പോയെന്ന് എനിക്ക് പോലും അറിയില്ല. ടയർ വാങ്ങി, ഫിലിം ഒട്ടിച്ച്, പിന്നെ സ്റ്റാർട്ടർ മോട്ടർ മാറ്റി, പിന്നെ വണ്ടിയുടെ ഓരോരോ പൈപ്പും കാര്യങ്ങളും മാറ്റി. ഇനിയിപ്പോൾ ഞാൻ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ബില്ലൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുക. ചിലയിടത്ത് ബില്ലും ഇല്ല. ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിടിലം വർക്ക്ഷോപ്പ്. പുള്ളി പൈസ എങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് തരാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ ചെയ്തു തരും. കാരണം പുള്ളിക്ക് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഓഫ് റോഡ് വണ്ടികളൊക്കെ വരുന്നത്. അപ്പോൾ സമയം എടുത്തിട്ടാണ് പുള്ളി ചെയ്യുക. ഞാൻ പറയും എത്ര സമയം എടുത്താലും കുഴപ്പമില്ല, ഭംഗിയായിട്ട് ചെയ്താൽ മതി ചേട്ടാ, എനിക്കത് മാത്രം മതി. എനിക്കിതിനു മുമ്പ് ഒരുപാട് സ്ഥലത്തുനിന്ന് പ്രശ്നമായി, ഒരുപാട് സ്ഥലത്തുനിന്ന് പണി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് അറിയാം, ഏകദേശം നമ്മുടെയൊക്കെ ഒരു മൈൻഡ് അറിയാം. കാരണം നമ്മൾ അങ്ങനെ വണ്ടി എടുക്കുന്ന ആൾക്കാരാണെന്നും അല്ലെങ്കിൽ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും പുള്ളിക്ക് അറിയണോണ്ട് തന്നെ പറ്റിക്കൂലെന്ന് എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഞാനിപ്പോൾ വർക്ക്ഷോപ്പൊക്കെ എന്തെങ്കിലുമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അന്വേഷിക്കും. ഇപ്പം നല്ലോണം ആദ്യം അന്വേഷിക്കില്ല, ആദ്യം ചേട്ടാ അതൊന്ന് ശരിയാക്കണേ, പിന്നെ എത്ര ആവണമെന്നോ അല്ലെങ്കിൽ പൈസ ഒന്നും ഒരു ബോധയുടെയും അല്ലായിരുന്നു. പക്ഷേ ബില്ലൊക്കെ വന്നു തുടങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോൾ കയ്യിലുള്ള പൈസ ഒക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് നല്ലോണം മനസ്സിലായി അങ്ങനെ ചെയ്യരുത്. അതേപോലെ തന്നെ ഈ ടയർ മാറ്റി, ഞാൻ പോയിട്ട് 2 പുതിയ ടയർ മാറ്റി. ആ പഴയ ടയറിന് ഇച്ചിരി കുറച്ചും കൂടി ഒരു കട്ട ഉണ്ടായിരുന്നു. അത് ഈ OLX അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വിൽക്കാമായിരുന്നു. പക്ഷേ ഞാൻ വലിയ പ്രമാണി കളിച്ചിട്ട് ആ ടയർ അവിടെ നിന്ന് വാങ്ങിയില്ല, എടുത്തില്ല, മറന്നുപോയി സത്യം പറഞ്ഞാൽ. പിന്നീട് അവിടെ പോയിട്ട് ചോദിച്ചില്ല. അതുപോലെ തന്നെ ഈ സ്റ്റാർട്ടർ മോട്ടർ നല്ല വെയിറ്റുള്ള സാധനം, അത് ആക്രിക്കടയിൽ കൊടുത്താൽ എങ്ങനെ പോലും ഒരു 200 ഉറുപ്പിയെങ്കിലും കിട്ടില്ലേ. അതും ഞാൻ ആ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തില്ല. അതൊക്കെ എന്തോ ഒരു കുറവ് പോലൊക്കെയാണ് എനിക്ക് തോന്നിയത്. അതൊക്കെ ചെയ്യണമെങ്കിൽ ഇച്ചിരിയെങ്കിലും എണ്ണ പൈസയെങ്കിലും കിട്ടിയിരുന്നു. ഇനിയങ്ങനെയല്ല കേട്ടോ, ഈ നല്ല രീതിയിൽ ഞാൻ പിശിക്കും, കാരണം അവസ്ഥ അങ്ങനെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാറെടുത്ത കഥകൾ. പിന്നെ ഈ വണ്ടി എടുക്കണതിന് മുന്നേ എന്നും വെച്ച് ഈ വണ്ടി മോശമാണെന്ന് ഞാൻ പറയണില്ല കേട്ടോ. വണ്ടിക്ക് പഴക്കം മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളൂ വണ്ടിക്ക് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മളിപ്പോൾ സെറ്റാക്കി വരികയാണ്. ഇനി ഇതിനു മുമ്പ് ഞാൻ ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് കോട്ടയത്ത് തന്നെയുള്ള ഒരു 3-4 വണ്ടികൾ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ നല്ല രീതിയിൽ പറ്റിക്കാൻ നോക്കി. ആദ്യം പറഞ്ഞ് പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ വീട്ടിലേക്ക് പോയത്. പിന്നെയാണ് അവിടെ ചെന്നപ്പോൾ ഒരുപാട് വണ്ടികൾ കിടക്കണമെന്നപ്പോൾ മനസ്സിലായി ഡീലറാണെന്ന്. ആ വണ്ടിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയത്ത് കറുകച്ചാല്, ചങ്ങനാശ്ശേരി ആ ഒരു ഏരിയ, ഞാൻ കറക്റ്റായിട്ടൊന്നും പറയണില്ല, അത് ആരുടെ തലയിലായോന്ന് ഒരു പിടുത്തമില്ല. ആ വണ്ടി എങ്ങാനും എടുത്തിരുന്നെങ്കിൽ ഇതിൻ്റെ അടപ്പ് തെറിച്ചേനെ. ആ വണ്ടി 1 ലക്ഷത്തിന് കറക്റ്റ് തരാമെന്ന് പറഞ്ഞ് അപ്പോഴേ ഡൗട്ട് അടിച്ച്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കൊണ്ട് തന്നെ ഇങ്ങനെ എന്തോ ഭാഗ്യത്തിന് ആ വണ്ടി അരിച്ച് പെറുക്കി നോക്കി. അതെന്തോ ഒരു ഭാഗ്യം കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ വണ്ടി AC ഇടുമ്പോൾ ഓഫായി പോണ്. അപ്പോൾ അയാൾ പറയാണ് അത് AC ഇട്ടിട്ടായിരിക്കും, കുറച്ച് ദിവസം ഇങ്ങനെ കിടന്നിരുന്നില്ലേ, വണ്ടി ഓടിക്കുമ്പോൾ കുഴപ്പമില്ല, വണ്ടി അങ്ങനെ വെറുതെ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ഒരു കുഴപ്പമില്ല, AC ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓഫാവും. അങ്ങനെ ഞാൻ അവിടെ വണ്ടി വീണ്ടും പാർക്ക് ചെയ്തിട്ട് എൻ്റെ കൂട്ടുകാരനെ ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നേ, അവന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ ഞങ്ങൾ പോയി വണ്ടി ഓണാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞ് എടാ നീ വെറുതെ AC ഇട്ട് നോക്ക് പറഞ്ഞു. അപ്പോൾ AC അങ്ങോട്ട് ഇട്ടപ്പോൾ വണ്ടിയുടെ എൻജിൻ മൗണ്ടും കാര്യങ്ങളൊക്കെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഈ സാധാരണ വണ്ടി നമുക്ക് അറിയാമല്ലോ, ഒരു കൂടി പോയത് ഇങ്ങനെ ചെറുതായിട്ട് ഇളകും. ഇതങ്ങനെയല്ല, ഇത് ഇങ്ങനെ കിടന്നിട്ട് എൻജിൻ മൗണ്ട് മൊത്തം ഇങ്ങനെ കിടന്ന് ആടണ്, എന്തൊക്കെ കാറ്റും വിഷു എന്നൊക്കെ പറഞ്ഞിട്ട് സൗണ്ടൊക്കെ വരുന്നത്. അപ്പം തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോഴത്തേക്കും പുള്ളി വില കുറയ്ക്കാൻ തുടങ്ങി വണ്ടിയുടെ. അത് നമുക്കൊരു 90 നോക്കാം. അപ്പം ഞാൻ വെച്ചാൽ ചേട്ടാ ഇത് എന്തായാലും പണിയുള്ള വണ്ടിയാണ്, ഇത് എത്രയാവുന്ന പണിക്ക് ഒരു 10-20 രൂപയുടെ പണി വന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ എടുത്തോളാം, ഞങ്ങൾക്ക് ഇതാക്കിക്കോളാന്ന് പറഞ്ഞ്. അപ്പോഴും പുള്ളി പറഞ്ഞു ഒരു കുഴപ്പമുണ്ടാവില്ലടാ. അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ വിളിച്ച് ചോദിച്ചു. ആ വർക്ക്ഷോപ്പ് പേര് എന്ത് ചെയ്താൽ വരാൻ കൂട്ടാക്കണില്ല, വണ്ടി അങ്ങോട്ട് കൊണ്ടുവരണമെന്ന്. ഞങ്ങൾ ചോദിച്ചെന്നാൽ ഞങ്ങൾ ഇന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഒന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി അതൊന്നും എനിക്ക് നേരമില്ല മോനെ, എനിക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ചോദിച്ചു ചേട്ടനും പോകുന്ന ചേട്ടാ, ഞങ്ങൾ വണ്ടിയിട്ട് പോകുന്നില്ല, ചേട്ടനും പോലെ ഞങ്ങൾക്ക് ഒരു 10-20 രൂപയുടെ പണിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം, കുഴപ്പമില്ല, ഞങ്ങൾ ആ പൈസയ്ക്ക് എടുത്തോളാം, ചേട്ടൻ പറയുന്ന പൈസയ്ക്ക് എടുത്തോളാം എന്ന് പറഞ്ഞ്. പക്ഷെ പുള്ളി കേൾക്കണില്ല, പുള്ളിക്ക് സമയമില്ല. അതുവരെ തേനാപ്പാലം നടന്ന പുള്ളി വേഗം വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി എങ്ങടോ പോകാൻ നിൽക്കണ പോലെ കാണിക്കുന്നുണ്ടാ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു വേണ്ട പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ പുള്ളി പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ച് ഞങ്ങൾ പിന്നെ ചെന്ന് നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞ് നമുക്ക് 80 രൂപയ്ക്ക് തരാം, നിങ്ങൾ എന്താ വെച്ചാൽ നോക്കി. അപ്പോൾ ചേട്ടാ പറഞ്ഞു ചേട്ടാ ഇതിൻ്റെ പിന്നാലെ നടക്കാൻ സമയമില്ല, റിസ്ക് എടുക്കാൻ വയ്യ, ഞങ്ങളൊരു 20 രൂപയുടെ 25 രൂപയുടെ പണിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തിട്ട് പോവാച്ചിട്ട് തന്നെയാണ്. അപ്പോൾ പറഞ്ഞാൽ പുള്ളി അവിടെ എന്നാ വേണ്ട മക്കളെ, എന്നാൽ മക്കൾ പൊക്കോ, ഞാൻ വേണമെങ്കിൽ ജംഗ്ഷനിലേക്ക് ആക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ഒരുമാതിരി ഡയലോഗ്. അത് ആരുടെ പെടലേക്ക് പോയെന്നൊരു പിടുത്തമില്ല. അതിന് നമ്പറും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അന്നേ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു, ഗാലറിയിൽ കിടപ്പുണ്ട്, പക്ഷെ അത് കൊടുക്കണ ശരിയല്ലല്ലോ.
പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ പറ്റിച്ച് ഇതുണ്ടാക്കണ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ തൊണ്ടേന്ന് ഇങ്ങോട്ട് ഇറങ്ങൂല മക്കളെ. അമ്മാതിരി പറ്റിക്കലിൻ്റെ ചെങ്ങായി കണ്ടത്. ഊഹ്, അത് കള്ളത്തരം മനസ്സിലായി. ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ സെൻസറിൻ്റെ ഇഷ്യൂ ഒക്കെ വരും അത്ര. ഇങ്ങനെ ഈ ഞങ്ങൾ പറഞ്ഞ വണ്ടിയുടെ ആ ഒരു അപാകതകളൊക്കെ ഒരു മാരുതി സുസുക്കിയിലുള്ള ഒരു ടെക്നീഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ പറഞ്ഞ മക്കളെ എടുക്കേണ്ട പണിയാവും, ചിലപ്പോൾ സെൻസറിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിയ പണിയുള്ള വണ്ടിയായിരിക്കും എന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ ഇപ്പോൾ അയാൾ അങ്ങനെ വില കുറച്ച് പറയുക അല്ലെങ്കിൽ ആക്കൂലല്ലോ, അയാൾ പൊട്ടനാണെന്ന് വരെ സംശയം ഉണ്ടായി. അത് ആ ഏരിയയിൽ ഒരു സിൽവർ കളർ വണ്ടിയാണ് കേട്ടോ, എസ്റ്റിലോ 3 സിലിണ്ടർ ഒരു സിൽവർ കളർ വണ്ടി. ഫോട്ടോയും നമ്പറൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, ഞാൻ വേറിൽ അലിഗേഷനും മറ്റതും മറിച്ചതൊക്കെ ആയിട്ട് വന്നാലെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കണില്ല. നല്ല ക്ലീൻ ബോഡിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഈ വണ്ടിക്ക് ചെറിയ തട്ടും അപാകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എൻജിൻ ഭാഗത്താണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും വലിയ കുഴപ്പമില്ല. ഇനി ഈ എൻജിനാണെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ഓടിക്കോളും. നമ്മുടെ വാഗണറിൻ്റെ സെയിം എൻജിനാണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ഞാൻ പറയാൻ വിട്ടുപോയി, അത് എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും 17-18 അടുത്ത് മൈലേജ് ഉണ്ട്. അത് വലിയൊരു കാര്യം. മറ്റേ വണ്ടിയാണെങ്കിൽ അത്ര മൈലേജ് ഉണ്ടായിരിക്കില്ലേ. ഇത് നമ്മുടെ ഇതിന് മുമ്പത്തെ വണ്ടി ഉണ്ടല്ലോ, 4 സിലിണ്ടറിൻ്റെ വണ്ടി, അത് നല്ല പവറുണ്ടോ വണ്ടിക്ക്. എത്രയും 1 ലിറ്ററിൻ്റെ മുകളിലേക്ക് എങ്ങാണ്ടുണ്ട്, 1061 സംതിങ് എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. 1.2 ആണോ അതൊന്നും സംശയമുണ്ട് കേട്ടോ. പക്ഷെ അത് നല്ല പവറാണ് വണ്ടിക്ക്. ഇതും പവറിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വാഗണറിൻ്റെ സെയിം എൻജിൻ, കെ സീരീസ് എൻജിനാണ്, കിഡിലൻ എൻജിനാണ്. 10 വർഷം 16 വർഷം പഴക്കമുണ്ട് ഈ വണ്ടിക്ക്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള കിതപ്പോ കാര്യങ്ങളൊന്നും കാണിക്കണില്ല കേട്ടോ. ഇപ്പോൾ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻജിൻ ഓയിലും കാര്യങ്ങളും എല്ലാം മാറ്റി, ഓയിൽ ഫിൽറ്റർ അങ്ങനെയുള്ള എല്ലാവിധ എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ മാറ്റിയപ്പോഴത്തേക്കും വണ്ടി ആകെ മാറിപ്പോയി. പിന്നെ ചില അപാകതകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി കയ്യിൽ പൈസ ഒക്കെ വരുന്നതിനനുസരിച്ച് മാറ്റണം. ഈ ഒരു റബ്ബറിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയി തുടങ്ങി. പിന്നെ ചില പെയിൻറ്റുകളൊക്കെ അടർന്നു തുടങ്ങി. ഇത് കണ്ടോ, ചില സ്ഥലത്തൊക്കെ ചില പാച്ചപ്പും കാര്യങ്ങളൊക്കെ. അതൊക്കെ കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം. നമ്മളന്ന് ആ ഒരു ഈ വണ്ടി എടുക്കാൻ ചെന്നപ്പോൾ തന്നെ ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വൈകിട്ടൊന്നും പോയി വണ്ടി എടുക്കരുത് കേട്ടോ. പിന്നെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നമ്മളങ്ങോട്ട് ക്ഷമിച്ച് തള്ളിയതാണ്, അതിനുള്ള ഇതുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ ബമ്പറൊക്കെ കണ്ടോ, ബമ്പറിൻ്റെ ഈ ഭാഗത്തൊക്കെ പെയിൻറ്റൊക്കെ ആകെ പോയി കിടക്കുക. അതൊക്കെ ഇനി അടുത്ത ടെസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് സെറ്റാക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ ഇത് കണ്ടോ, ഇവിടെ എന്തോ ഒരു ഇടി കിട്ടിയ പാടൊക്കെ ഉണ്ട്. അത് ഞാൻ അന്വേഷിച്ചപ്പോൾ അത്യാവശ്യം വലിയ ഇടിയൊന്നും അല്ല, എന്തെങ്കിലും വീണതൊക്കെ ഇരിക്കുന്നതാണ് വർഷാപ്പത്തെ ചേട്ടനൊക്കെ പറഞ്ഞത്. കാരണം ഇവിടെ ഈ സൈഡ് തൊട്ടിട്ട് ഇവിടം വരെ ഇതെന്തോ പറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല പൊട്ടിയിട്ടതിൻ്റെ ഒക്കെ പാടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓണറാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഈ വണ്ടി കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം നിങ്ങൾ കണ്ടില്ലല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് എടുക്കാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതിൽ തന്നെ കിടന്നുറങ്ങി അങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓൾട്ടോ ഒന്നും എടുക്കാണ്ട് ഇതെടുത്തത്. ഈ ഒരു സീറ്റ്, നമ്മൾ പുറകിലുള്ള ഈ സീറ്റ് ഉണ്ടല്ലോ, നമ്മൾ ചരിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ആവും. ഈ 2 സീറ്റുകൾ നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് നീക്കാനും പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇങ്ങനെ പ്രിപ്പറേഷൻസ്, യാത്ര പോണതിൻ്റെ പ്രിപ്പറേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതേ പുറകുവശം ഇങ്ങനെയാണ് കേട്ടോ, ഒരു കുട്ടി ഇനോവയുടെ അതേ കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഇനോവ ഇങ്ങനെയാണല്ലോ, കണ്ടോ, ഈ ഒരു സൈഡൊക്കെ നോക്കി അറിയാം, കണ്ടില്ലേ, ഒരു ഇനോവയുടെ ഒരു മുഖച്ഛായയില്ലേ ചെറുതായിട്ട്, ഒരു ബേബി ഇനോവ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ആദ്യത്തെ കാറായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, കംഫർട്ടൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. വേറെ വണ്ടികൾ ഞാൻ ഓടിച്ചിട്ടില്ല. കാറ് ആകെ ഓടിച്ചിട്ടുള്ളത് ഡ്രൈവിംഗ് ആ ടൈമിൽ ഓൾട്ടോയും പിന്നെ നമ്മുടെ മാരുതി 800 അത് പിന്നെ പറയണ്ടല്ലോ, അതൊക്കെ ലെജൻസാണ്. ഇതെനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്ക് ഡ്രൈവിംഗ് കംഫർട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്, ഒരു രക്ഷയില്ല. പിന്നെ പുറകിലിരിക്കണവർക്കൊക്കെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ലെഗ് സ്പേസ് എന്നല്ലേ പറയുക, ലെഗ് റൂമാണോ? ഇതേ ഇത്രയൊക്കെ കിട്ടും. പിന്നെ ഫ്രണ്ടിലത്തെ സീറ്റ് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കിട്ടും. സീറ്റ് കവറൊക്കെ മാറ്റണം, സീറ്റ് കവറൊക്കെ ആകെ പോയി കിടക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ എൻജിൻ റൂം വരുന്നത്. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ദിവസമായിട്ട് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റേതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും കാണുന്നുണ്ട്. ബാറ്ററിയൊക്കെ പുള്ളി മാറിയെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇനി അതെന്താണെന്ന അവസ്ഥ ഒന്നും അറിയില്ല. വീണ്ടും നമ്മുടെ പട്ടിക്കൂട്ടം വന്നു കേട്ടോ. ആശാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. കാക്കകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചുറ്റും കൂടിയിട്ടുണ്ട്. എന്തോ ചത്ത് കിടക്കുന്നുണ്ടോ എന്നൊരു പിടിയില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വണ്ടിയുടെ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ പറയാം. പഴയ കുറച്ച് ഫൂട്ടേജൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് വണ്ടി പണിയുന്ന സമയത്തുള്ള, അപ്പോൾ അതൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വണ്ടികളൊക്കെ എടുക്കുമ്പോൾ നോക്കിയും കണ്ടൊക്കെ എടുക്കുക. എല്ലാവർക്കും നമുക്കൊക്കെ പറ്റിയ പോലുള്ള ചതികളൊന്നും പറ്റാതെ നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.